നാളെയാണ് റേസ്. റെഡിയാണോ ചോദിച്ചാൽ റെഡി ആവാതെ വഴിയൊന്നുമില്ലല്ലോ. എന്തായാലും നാളെ പോയി ഓടണം. നോക്കാം എന്ത് സംഭവിക്കുന്നത്. പരീക്ഷണമാണ് നാളെ. 20 കിലോമീറ്റർ ഓടണം. കുറച്ച് മാസമായി എത്ര ദൂരം ഓടിയിട്ട്, എന്നാലും മറന്നുപോയിട്ടില്ല ഒന്ന് ഓടണം. എന്തായാലും നാളെ പോയി നോക്കാം. എഴുന്നേറ്റു. ഇനിയിപ്പോൾ റെഡിയാവണം. കുറച്ച് ബ്രെഡൊക്കെ കഴിക്കണം. 4 മണി കഴിഞ്ഞു. ഇത് ഉറങ്ങിയിട്ടൊന്നുമില്ല. അതിന് ഉറങ്ങാൻ പറ്റില്ല എന്നറിയായിരുന്നു. എന്തായാലും ബിബൊക്കെ ഇന്നലെ തന്നെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയായിട്ട് ഒരു 40 മിനിറ്റിൽ ഇവിടുന്ന് ഇറങ്ങണം. ഇതാണ് അടുത്ത അജണ്ട. എത്തി. ഇവിടുന്ന് 5 മിനിറ്റ് നടക്കുന്നത്. റോഡൊക്കെ ക്ലോസ്ഡാണ് അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ എന്താ വേണം, ട്രാഫിക്കൊക്കെ ക്ലോസ്ഡാണ് പല വഴിക്കും. എത്താറേ സ്റ്റേഡിയത്തിൽ കയറി കഴിഞ്ഞാൽ ഒരു വൈബാണ്. എല്ലാവരും ഓൾറെഡി മാരത്തൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സമയം രാവിലെ 5 മണിയൊക്കെ ആയി. പക്ഷെ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. നല്ല വൈബുള്ള സമയം തന്നെയാണ്. റേസ് തുടങ്ങാൻ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഫുൾ മാരത്തോൺകാർ പകുതി ലാപ്പ് 21 ലാപ്പാണ് ബാംഗ്ലൂരുള്ളത്. അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് വരുന്നത് കണ്ടു. പലരുടെ മുഖത്ത് 21 ആയതിൻ്റെ സന്തോഷമുണ്ട്. ചിലരുടെ മുഖത്ത് 21 ആയുള്ളൂ എന്നുള്ള ഒരു വിഹ്വലതകളുണ്ട്. എന്നാലും എനിക്ക് ഇന്ന് 21 ഓടിയാൽ മതിയല്ലോ എന്നുള്ള ചെറിയ സമാധാനം ആ സമയത്ത് കിട്ടിയെന്ന് പറയാതെ വയ്യ. അങ്ങനെ 10,000-ഓളം പേരുണ്ടായിരുന്നു ഹാഫ് മാരത്തോൺ ഓടാൻ. നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ റേസ് തുടങ്ങി. ആദ്യം നല്ല ഒരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ. കൂടെയുള്ളവർ നല്ല സ്പീഡിൽ ഓടുമ്പോൾ ഈ പതുക്കോടെ ഒരു മടി കാരണം ആദ്യം കുറച്ച് സ്പീഡ് കൂടിപ്പോയി. കോച്ച് പറഞ്ഞതിനേക്കാളും സ്പീഡ് കൂടി പോയി ഓടിയത്. എങ്കിൽ പോലും ഒരു ഇതൊക്കെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. പക്ഷേ ടയർഡ് ലെഗ്സിൽ അധികം മൈലേജ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് റേസ് കണ്ടു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 10-12 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേക്കും നല്ല സ്ലോ ആയി തുടങ്ങി. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അവസാനപ്പോഴേക്കും കുറച്ച് പാടായിരുന്നു. എങ്കിൽ പോലും തീർത്തു ഗൈസ്. അറിയാണ്ടായി. പക്ഷെ പിടിച്ചാൻ കഴിഞ്ഞോണത്തേക്കാൾ സ്ലോ ആയിരുന്നു. പക്ഷേ ട്രെയിനിങ്ങില്ലാണ്ട് ഞാൻ പിടിച്ചു. കഴിഞ്ഞോണത്തേക്കാൾ സ്ലോ ആയില്ല. കഴിഞ്ഞോണത്തേക്കാളും 12 സെക്കൻഡ് കുറവേ എടുത്തുള്ളൂ ഇത്തവണ. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്നെ അറിയില്ല. റേസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എനർജി കയറി ഇങ്ങനെ കത്തി നിൽക്കുന്നൊരു സമയമാണ്. അങ്ങനെ ഒരു അവസരം ഈ ഒരു വർഷം അധികം പേര് എൻ്റെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ തന്നെ ഇടയ്ക്ക് കാണാറുള്ളൂ. അങ്ങനെ മെഡലൊക്കെ ഇടിയിപ്പിച്ച് അവരെ കൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ നടന്ന് പിന്നെ ഞാൻ കുറേ അവലോകനം ചെയ്തു റേസിൻ്റെ. അതൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമുള്ള കാര്യങ്ങളല്ലാത്ത കാരണം അതൊന്നും കേൾപ്പിക്കുന്നില്ല. 1:45:22 ആ സമയത്ത് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചേക്കാളും നന്നായിട്ട് ഓടാൻ പറ്റി. ട്രെയിനിങ് കുറവാണെങ്കിലും നന്നായിട്ട് ഓടാൻ പറ്റി. കുറേ കാലത്തെ ഒരു പ്രാക്ടീസിൻ്റെ ഒരു ബേസിൻ്റെ ഒരു പുറത്താണ് ഓടാൻ പറ്റിയെന്ന് ഇപ്പോൾ മനസ്സിലാവും. എന്തായാലും കുറേ ഇമ്പ്രൂവ് ചെയ്യാണ്ട്, ഇൻ ജനറൽ കുറേ ഇമ്പ്രൂവ് ചെയ്യാണ്ട് എന്നുള്ളതാണ് ഈ റേസിൻ്റെ ടേക്ക് ഹോം. അതെന്തായാലും ഞാൻ അംഗീകരിക്കുന്നു. അതിനുവേണ്ടി പിന്നെ വർക്ക് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. സുജിത് ബ്രോനോട് എൻ്റെ സുജിത് ബ്രോ എത്ര സ്പീഡിൽ ഓടി നോക്കട്ടെ. സുജിത് ബ്രോനെ ഹലോ ഓട്ടത്തിൽ നിന്ന് കിട്ടിയൊരു സൗഹൃദമാണ് സുജിത് ബ്രോ. ഫുൾ മാരത്തോൺ 3 hours 42 minutes ഓടി. വളരെ ഇമ്പ്രസീവായിട്ട് ഓടി. പിന്നെ നമ്മൾ ഒരുമിച്ച് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പിരിഞ്ഞു. പിന്നെ റണ്ണിങ് ആയാലും എന്ത് കാര്യമായാലും പ്രോഗ്രസ് ഈസ് നോട്ട് ലീനിയർ. സെറ്റ് ബാക്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ ഒരു കംബാക്ക് എന്തായാലും ഉണ്ടാവും. ബാംഗ്ലൂർ HM 25 ഡൺ. വീണ്ടും കാണാം. ഇനിയും ഓടാം.